Here we are in your hometown, sharing looks as the sun goes down. Just a breath until our next kiss. Never knew of a love like this. A love like crazy, pray that it never ends. Yeah, you and me, darling, we've really got something the world just can't understand. Yeah, it's you and me, falling in love every day till we're both owning gray. Yeah, it's you and me, as long as we live, I'll never know a love like this. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ വിശ്വാസം എന്ന പുണ്യമുണ്ടായ ഫലം ചെയ്തതിനെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായ വളരുന്നതിനെ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന് അത്യുന്നതമുള്ള പരിശുദ്ധ മാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യം വർദ്ധിപ്പാനായിട്ട് അങ്ങയോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മഹിമയുടെ ഒന്നാം ദിവ്യരഹസ്യം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ മരിച്ചു മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്തതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. മാതാവേ, ഒരിക്കലും ഉത്ഥാനം ചെയ്യാനുള്ള ഞങ്ങളുടെ ശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എല്ലാ ആത്മാക്കളെയും സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മാലയുടെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, മഹിമയുടെ രണ്ടാം നമ്മുടെ കർത്താവിനെ മാതാവേ സുപ്രധാനപ്പെട്ട ഞങ്ങൾക്കൊരു മധ്യസ്ഥനുണ്ടെന്ന് ബോധത്തോടെ ഉൾക്കൊണ്ടുപോകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓരോ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓരോ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓരോ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓരോ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓരോ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓരോ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓരോ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓരോ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓരോ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അതേപോലെ ഇപ്പോഴും അപ്പോഴത്തേക്കും. ആമേൻ. മാലയുടെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, മഹിമയുടെ മൂന്നാം ദിവസം പരിശുദ്ധ കന്യകാമറിയവും സ്ത്രീകന്മാരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. മാതാവി, ഞങ്ങളുടെ ആത്മാവുകളിൽ പ്രസാദകരം എഴുന്നള്ളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഓർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ
നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കണമേ. വിശുദ്ധമാരുടെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, മഹിമയുടെ 4-ാം ദിവസം പരിശുദ്ധ കന്യകാമറിയം തന്റെ ഈ ലോകം അവസാനിച്ചപ്പോൾ സ്വർഗാരൂപതയായ എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. മാതാവേ, ഞങ്ങളുടെ മരണസമയത്ത് ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രഭാവത്തിൽ ഉൾപ്പെടുത്തരുത്, തന്മേൽ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. എല്ലാവരും മക്കളെയും സഹായമായി പരിശുദ്ധ ഭഗവാനയുടെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, മഹിമയുടെ 5-ാം ദിവസം പരിശുദ്ധ കന്യകാമറിയങ്ങളുടെ രാജ്ഞിയായി ഉയർത്തപ്പെട്ടു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം. മാതാവേ, സ്വർഗഭാഗ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോകത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോട് പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അനുഗ്രഹീതമായ ഈ സായാഹ്ന വേളയിൽ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ കൊച്ചു കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ കാഴ്ചയായി സമർപ്പിക്കുന്നു. നല്ല ദൈവമേ, അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മുതൽ അവന് താങ്ങും തണലുമായി തുണയായി ആദത്തിന് ഹവ്വായെയും പുരുഷന് സ്ത്രീയെയും നൽകി അനുഗ്രഹിച്ചുവല്ലോ. അങ്ങനെ ആദ്യത്തെ കുടുംബത്തെ അങ്ങ് രൂപപ്പെടുത്തി. അത് സമയാസമയങ്ങളിൽ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ കുടുംബത്തിന് രൂപം കൊടുത്തത് അങ്ങ് വരച്ചു വയ്ക്കുന്നുണ്ട്. നല്ല ദൈവമേ, സമയത്തിൻ്റെ പൂർത്തിയിൽ ഈ കുടുംബത്തിലെ അനുചേട്ടനെയും ഭാര്യയെയും സമയത്തിൻ്റെ പൂർത്തിയിൽ അങ്ങ് ഒരുമിച്ച് ചേർത്തു. അത് അങ്ങ് അവർക്ക് ദാനമായി മക്കളെ നൽകി. ആ മക്കളെയും അവരുടെ ഉത്തരവാദിത്വത്തോടുകൂടെ വളർത്തി വലുതാക്കി ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുമ്പോൾ ഏറെ നന്ദിയോടും പ്രാർത്ഥനയോടും കൂടെ അവരായിരിക്കുന്നു. നല്ല ദൈവമേ, അങ്ങ് അനാദി മുതലേ ആൻസിനെ ഒരുക്കി വച്ചിരിക്കുന്ന
വരനെ കണ്ടെത്തുകയും അങ്ങനെ നാളെ മനസ്സമ്മതം എന്ന കുദാശയിലൂടെ പുതിയൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുന്ന ഈ മകളെയും മകനെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. തോബിത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, സാറായിക്ക് തോബിത്തിനെ ഒരുക്കി വെച്ചതുപോലെ കർത്താവെ ഈ രണ്ട് മക്കളെയും അങ്ങ് ഒരുക്കിയെടുത്തു. അത് വിവാഹമെന്ന കുദാശയിലൂടെ ഒരു പുതിയ കുടുംബത്തിന് രൂപം കൊടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ കടമകളും അങ്ങ് ധാരമായി നൽകുന്ന മക്കളെയും വേണ്ടവിധം വളർത്തുവാനും വലുതാക്കുവാനും എല്ലാ കടമകളും സ്നേഹത്തോടെ സന്തോഷത്തോടെ നന്ദിയോടെ നിർവഹിക്കുവാനും ഈ രണ്ടുപേരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നാഥ, അങ്ങ് നാളത്തെ എല്ലാ പരിപാടികളും പ്രത്യേകിച്ച് ഇന്നു മുതൽ ആരംഭിച്ചിരിക്കുന്നവരുടെ എല്ലാ ചടങ്ങുകളും ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ എന്നും ഇവരുടെ എല്ലാ പ്രത്യേകിച്ച് നാളെ പള്ളിയിൽ നടക്കുന്ന ശുശ്രൂഷകളും വിവാഹമെന്ന കൂദാശ നടക്കുന്ന അന്നേ ദിനത്തെയും ആ ഇടവകയെയും അന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും അഭിഷേകപൂർണ്ണമാക്കണമേ. അങ്ങനെ കുടുംബജീവിതത്തിന് തുടക്കം കുറിക്കുമ്പോൾ അത് അനുഗ്രഹപ്രദമായി തീരട്ടെ. ഈ നല്ലൊരു മാതൃക കുടുംബമായി തീരുവാൻ ഈ മക്കളെ രണ്ടുപേരെയും പരിശുദ്ധാത്മാവെ അങ്ങയുടെ വരദാന ഫലങ്ങൾ കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ കുടുംബത്തിൽ എങ്ങനെ ജീവിച്ചുവോ അതുപോലെ സ്നേഹത്തോടും കണ്ടറിഞ്ഞ് സ്നേഹിച്ച് ബഹുമാനിച്ച് വിട്ടുകൊടുത്ത് പ്രാർത്ഥനയുടെ ചൈതന്യത്തിൽ നല്ലൊരു കുടുംബത്തിന് രൂപം കൊടുക്കുവാൻ ഈ മകൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ മക്കളെ രണ്ടുപേരെയും ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, നസ്രസിലെ കൊച്ചു കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചതുപോലെ ഈ കൊച്ചു കുടുംബം നാളെ കഴിഞ്ഞ് വിവാഹമെന്ന കുദാശയുടെ ഒന്നു ചേർന്ന് കഴിയുമ്പോൾ കുടുംബത്തെ വളർത്തുവാൻ അധ്വാനിക്കുവാൻ ഈ ദമ്പതികളെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ വേണ്ട വലിയ കൃപയും ശക്തിയും നൽകി അനുഗ്രഹിക്കുന്നു. ഇവരുടെ പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകിച്ച് മകനെയും മകളെയും അവരുടെ കുടുംബത്തെയും ഈ മകളെയും ഇളയ മകളെയും കുടുംബത്തെയും വരനെയും ഒക്കെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ അന്നത്തെ ചടങ്ങുകളും ഏറ്റവും അഭിഷേകമുള്ളതാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവരോടൊപ്പം ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഇവരെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. ഈ കൂട്ടായ്മ ഒരു അനുഗ്രഹത്തിൻ്റെതായി മാറട്ടെ. സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെതായ ഒരു നല്ലൊരു അനുഭവമായി തീരുവാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഈശോയെ, ഒരിക്കൽ കൂടി ഇവരെ എല്ലാവരെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ക്രിസ്തു രാജാവാണ്, കുടുംബത്തിൻ്റെ നാഥനാണ്. ആ വലിയ ബോധ്യത്തോടെ ഓരോ ക്രൈസ്തവ കുടുംബവും ക്രിസ്തുരാജനെ നാഥനും രക്ഷകനും കുടുംബത്തിൻ്റെ കർത്താവുമായി സ്വീകരിച്ച് ആ വലിയ ബോധ്യത്തോടെ മുന്നോട്ട് പോകാൻ ക്രിസ്തുരാജൻ്റെ തിരുഹൃദയത്തിലേക്ക് നമ്മെ എല്ലാവരെയും നമുക്കൊന്ന് ചേർന്ന് സമർപ്പിക്കാം. അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ കുടുംബങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ മറിയം ത്രേസ്യാമേ, അമ്മ ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ, അനുഗ്രഹിക്കണമേ. ഓരോ കൊച്ചു കുടുംബവും നസ്രസിലെ തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിൽ വളർന്നു വരുവാൻ കൃപ വരുത്തണമേ എന്ന് അനുഗ്രഹിക്കണമെന്ന് വിശുദ്ധ മറിയം ത്രേസ്യാമേ അമ്മ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും പ്രത്യേക നിയോഗങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളുണ്ടെങ്കിൽ അതും വിജയങ്ങളും പരാജയങ്ങളും എല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ആ തിരുഹൃദയം ഇതെല്ലാം സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കും, ആശീർവദിക്കും. നല്ല ദൈവമേ, അങ്ങ് തിരുവചനത്തിൽ പറയുന്നു, ഭാരം ചുമക്കുന്നവരും അധ്വാനിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആ വചനത്തിൻ്റെ അഭിഷേകം ഓരോ മക്കളിലേക്കും ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. The word of God says, "Where 2 or 3 are gathered in my name, I will be in their midst." Lord, at this moment, we offer ourselves, our families, our friends, each and everyone into your sacred heart. Lord Jesus, we specially offer Ansley as her engagement is taking place tomorrow. And we offer Anson and his wife as their reception is taking place. Lord Jesus, may you shower your blessings abundantly on all the services that is taking place tomorrow. May the Holy Spirit be filled in their hearts, in their lives, and may the Spirit take control of their life each and every moment of their time. Lord Jesus, we offer their parents into your mighty hands. As they have done the responsibilities handed over to them with sincerity, faithfulness, honesty, Lord Jesus, may these values continue to be in the life of their children so that they too may proclaim your greatness and your love to the coming generation. We offer their life into your mighty hands. Lord Jesus, without you knowing, nothing take place in one's life. We surrender all the intentions of their hearts, the desires of their hearts, the wishes of their hearts into your mighty hands. Lord Jesus, as per your will, provide them all their needs and all their wishes and desires. Once again, surrounding this family, their friends and each and everyone into your sacred heart, we thank you and praise you for all the blessings and graces you have showered upon them. Surrendering ourselves to Mother Mary and Saint Joseph, let us pray. Hail Mary, full of grace, the Lord is with you. Blessed are you amongst women, and blessed is the fruit of your womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. You will still be strong, and even when it rains, we'll dance away the pain. Yeah, you and me, baby, still loving like crazy, praying that it never ends. Yeah, you and me, darling, we've really got something the world just can't understand. Yeah, it's you and me, falling in love every day till we're both owning gray. Yeah, it's you and me, as long as we live, I'll never know a love like this. I'll never know a love like this. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ദോഷങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളെ ദോഷിപ്പിക്കണമേ, ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യ സന്നിഹിതരായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൻസിനെയും സനത്തിനെയും ഞങ്ങൾക്ക് നൽകിയതിലും വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തിയതിലും അത് പ്രദർശിപ്പിച്ച് കാരുണ്യാഗ്രഹത്തിനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമാക്കി ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. അവരിൽ ആരെങ്കിലും ദൈവവചനം അനുസരിക്കാത്ത പക്ഷം ഭാര്യമാരുടെ ആദരവോടുകൂടി
നിർമ്മല നടപടികളുടെ വാക്കുകളുടെ പ്രേരണ കൂടാതെ തന്നെ അവർ മാനസാന്തരപ്പെടുവാനിടയാകണം. മുടി പിന്നിടുന്നതോ സ്വർണം അണിയുന്നതോ മൂടിയായി വസ്ത്രം ധരിക്കുന്നതോ പോലെ ബാഹ്യമായിരിക്കരുത് നിങ്ങളുടെ ഭൂഷണം. പ്രസ്തുത സൗമ്യവും ശാന്തവുമായ ആത്മാവ് എന്ന അക്ഷയമായ ഭൂഷണത്തോടു കൂടിയ ഹൃദയത്തിൻ്റെ വ്യക്തിത്വമായിരിക്കണം നിങ്ങളുടെ അലങ്കാരം. ഇതാകുന്നു ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്. ഇങ്ങനെയായിരുന്നു പണ്ട് ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിക്കുന്നത്. ഇങ്ങനെ സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ച് അദ്ദേഹത്തിന് വിധേയരായിരുന്നു. നന്മ ചെയ്തുകൊണ്ട് യാതൊരു ഭീഷണിയെയും ഭയപ്പെടാതിരിക്കുന്ന പക്ഷം നിങ്ങളും അവളുടെ മക്കളായി ഭവിക്കും. പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ ഈ ദാസിയെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ദാമ്പത്യ ജീവിതം എന്നുമെന്നും അങ്ങേക്ക് പ്രീതികരമായി ഭവിക്കട്ടെ. ഇവരുടെ ജീവിതത്തിലെ കയ്പുകളെ മാധുര്യമാക്കിയും സഹനങ്ങളെ സുഹൃതങ്ങളാക്കിയും മാറ്റുവാനുള്ള കഴിവ് ഇവർക്ക് പ്രദാനം ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. Whatever road I'm taking, whatever dream I'm chasing, I wanna be with you. It don't matter how high, as long as you're by my side, I wanna be with you. There's so much more this life has in store. Yeah, I wanna go with you, wherever you go. ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ വധുവിന്റെ വീട്ടിൽ തലേ ദിവസം മനസ്സമ്മതത്തിന്റെ തലേ ദിവസം മധുരം പങ്കുവയ്ക്കുന്ന ഒരു ഇതുണ്ട്. അത് സന്തോഷത്തിന്റെയും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരുടെ ഒരു ഒത്തൊരുമയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മേരി ആന്റീനെയും റാഫേലങ്ങളെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. അവരാണ് ചേച്ചിക്കും ചേട്ടനും മധുരം നൽകുന്നത്. I welcome Mary Auntie and Raphael uncle to the stage. Girl, there's something about when I'm with you that I don't wanna lose. I don't wanna lose. There's so much more this life has in store. Yeah, I wanna go with you. ക്രിസ്തുവിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. പഠിച്ചോ? ശരിക്കും വരയ്ക്കോ? നോക്കാല്ലേ? ഇപ്പോഴെങ്കിലും പഠിച്ചോ നോക്കാല്ലേ? ആള് നേരെ നോക്കി ഇരിക്കരുത്, കോൺഫിഡന്റാ പഠിച്ചിട്ടുണ്ടെന്ന്. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ. നല്ലൊരു കൈയടി കൊടുക്കാല്ലേ? ചുരുങ്ങിയ നിമിഷം കൊണ്ട് പഠിച്ചു അല്ലേ? മധുരം കൊടുക്കട്ടെ. കേട്ടോ നിങ്ങള്? കേട്ടില്ലല്ലോ? അഹൻസിലേക്ക് മധുരം കൊടുക്കട്ടെ. കേട്ടോ? അഹൻസിലേക്ക് മധുരം കൊടുക്കട്ടെ. കേട്ടു കേട്ടു. The one thing that's unchanging. Yeah, I wanna go with you. Wherever you go, wherever you go. Oh, oh. It don't matter what the distance, it doesn't make a difference, you know. Oh, oh. 'Cause I wanna go. ചേച്ചിയുടെ ഗോഡ് പാരൻസ് ആയിട്ടുള്ള ജോസങ്ങളെയും റോസ്മോളാൻറ്റിക്കും അവർക്ക് എന്താണ് ഇവർക്ക് ഇവരോട് പറയാനുള്ളത്? ഇവരെന്തായാലും ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചതല്ല, അപ്പൊ ഇവർക്ക് എന്താണ് ഒരു അഡ്വൈസ് ഇവർക്ക് കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചു വയ്ക്കും. ഇവർക്കൊരു ഓൾ ദി ബെസ്റ്റ് പറയുന്നത് എന്തായാലും നമ്മുടെ കുടുംബം തകരാതെ മുന്നോട്ട് പോകാനായിട്ട് എല്ലാവിധ അറിയാം.
തന്നെ ഇവിടെ വന്നിട്ടുള്ള ക്ഷണമനുസരിച്ച് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് മധുരം കൊടുക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. മധുരം കൊടുക്കുക ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ചിട്ടുള്ളൊരു ചടങ്ങാണ് മധുരം കൊടുക്കൽ. അപ്പോൾ അവരുടെ ജീവിതത്തിലും ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ മധുരതരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതോടൊപ്പം അങ്കിൾക്ക് നല്ലൊരു കൈയടി കൊടുക്കാല്ലേ. ഒരുപാട് ടെൻഷനിൽ നിന്നിട്ടാണ് അങ്കിൾ പറയണതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് ആന്റിക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കാം കേട്ടോ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ ജനിച്ച് ഇതുവരെ ജീവിച്ചപ്പോൾ കണ്ട ഞങ്ങളുടെ ജീവിതം തന്നെ അവൾക്കുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൗഡ് പാരൻസ്. ബിക്കോസ് ആളെന്താ പറഞ്ഞേ, ഞങ്ങൾ ജീവിച്ചതുപോലെ ഇവരും ജീവിക്കട്ടെ എന്ന്. അപ്പോൾ അവർ എത്രയും മനോഹരമായി ജീവിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എനിവേ, കൺഗ്രാജുലേഷൻസ്. അടുത്തതായിട്ട് നമുക്ക് ചേച്ചിയുടെ സിബ്ലിംഗ് ആൻസൺ ചേട്ടനെ ഒഴിവാക്കാൻ പറ്റില്ല. ആൻസൺ ചേട്ടൻ എന്ന് പറയുമ്പോൾ ഒരു ഫോറിനറെ കല്യാണം കഴിച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ ആൾക്ക് നമ്മൾ നല്ലൊരു വെൽക്കം തന്നെ കൊടുക്കണം. എല്ലാവരും നല്ല കൈയോടുകൂടി ആൻസൺ ചേട്ടനെയും മരിയ ചേച്ചിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം. ആൻസൺ ചേട്ടൻ ചിലപ്പോൾ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും ചേച്ചീനെ അനുഗ്രഹിക്കണം. കുഞ്ഞു പെങ്ങളെ അനുഗ്രഹിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു ചടങ്ങ് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ചേച്ചി അതുപോലെ തന്നെ അനുഗ്രഹിച്ച് ഇവർക്ക് മധുരം നൽകുന്നതായിരിക്കും. ആൻസൺ ചേട്ടനോട് ചോദിച്ചു നോക്കാല്ലേ, ചേച്ചീനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും മെമ്മറീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? ഒരു കുഞ്ഞിൽ തല്ല് കൂടിയതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. എന്തെങ്കിലും ഒരു മെമ്മറി. മെമ്മറീസ് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല. എന്നാലും ഒരു വിഷ് പറയാം, ബെസ്റ്റ് വിഷസ് പറയാം. As long as you keep Jesus as your core point of your relationship, you're all going to be perfectly fine. Keep Jesus as a perfect core, as your foundation for your relationship, you're all going to be fine. ഒരു ചേട്ടന് എഴുതി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അഡ്വൈസ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ദൈവത്തിന് മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള നല്ലൊരു സന്ദേശമാണ് കൊടുത്തത്. ഇനി മരിയ ചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കണ്ടേ? കേൾക്കണം. യെസ്. Simple and easy advice. I would say make each other laugh every day. Short and very simple. എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ചതിന് നന്ദി. കാണുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ വളരെ നെർവസ് ആണ്. But thank you for coming. Thank you for making this time for us because this means a lot to us. Thank you. First of all, thank you for giving us a warm welcome to me and my family. And thanks for all the blessings and the wishes.
खुद से है पूछा क्यों चला मैं, भूले हैं सारे किस्से पुराने। खुद से है पूछा क्यों चला मैं, भूले हैं सारे किस्से पुराने। दिल है संभाले सारी वो यादें, आंखें खोले तो देखे नजारे। वही ना गुजर जाए ना जिधर, लागे ना कहीं तुझे ना नजर, मैं जाऊँ ना। वही ना गुजर जाए ना जिधर, लागे ना कहीं तुझे ना नजर, मैं जाऊँ ना उधर। राहें अनजानी है सभी पर, बहता गया हूँ जैसे नहर, बिन अल्फाजों के किस्से बयां कर, उड़ता चला हूँ यूं बेफिक्र। आंखों में सपने लेके चला है, बहती हवाओं में जा खोला है। वही ना गुजर जाए ना जिधर, लागे ना कहीं तुझे ना नजर, मैं जाऊँ। वही ना गुजर जाए ना जिधर, लागे ना कहीं। ചേച്ചിനെ പറ്റി എന്തെങ്കിലും നമുക്ക് കിട്ടിയാലോ? അപ്പൊ നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം എന്തെങ്കിലും ഒരു മെമ്മറീസ് ഇവരെ പറ്റിയിട്ട് ഇവർക്ക് ഉണ്ടോ എന്നുള്ളത്. ആദ്യം തന്നെ ചേട്ടനോട് ചോദിക്കാം. പണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പണ്ട് ബൈബിൾ ക്വിസിനൊക്കെ ഒന്നിച്ച് പോകുമായിരുന്നു. ആ സമയത്ത് നാൻസിയുടെ മുഖത്തുണ്ടായിരുന്നു ഇന്ന് അതിനേക്കാളും ടെൻഷനുണ്ട്. അന്ന് എല്ലാ ഉത്തരം പറയുമ്പോഴൊന്നും ഇത്രയും ടെൻഷൻ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് എനിക്കൊന്ന് ചെറുപ്പം മുതൽ ഞങ്ങൾ കൊയറിലൊക്കെ ഒന്നിച്ചുണ്ടായിരുന്നു. We were all part of the church there, and I wish both of them the very best of luck today. Thank you. Happy marriage life. നമുക്ക് ചേച്ചിക്ക് എന്താണ് ചേച്ചി എന്നെ നോക്കുന്നുണ്ട്, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു. നമുക്ക് എന്തായാലും ചോദിച്ചോ. മെമ്മറി ആസ് സച്ച് ശരിക്കും കൊയർ തന്നെയാണ്. It was really, I don't have a choir right now, but still, I really miss our days where, Vani, nee munni nikku, nee vaadu. It was really fun, and Bible study. And yeah, both wishing you both, happy married life and, all the best. I come before you today, and there's just one thing that I want to say. Thank you, Lord. Thank you, Lord, for all you've given to me, for all the blessings that I can see. Thank you, Lord. Thank you, Lord. With a grateful heart, with a song of praise, with an outstretched arm, I'll bless your name.
wanna thank you, Lord. Thank you, Lord. I just wanna thank you, Lord. Thank you, Lord. Thank you. എല്ലാവരുടെയും പേരിൽ ജാസ്മിന് ഞാൻ നന്ദി പറയുന്നു. അതുകൂടാതെ ഇവിടെ വന്ന് എൻ്റെ ക്ഷണമനുസരിച്ച് ഇവിടെ വന്നിട്ട് എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. എൻ്റെ വാക്കുകൾ സംതൃപ്തിയാണ്.